നമസ്കാരം. രാഹുൽ ഗാന്ധിയുമായി സഖ്യത്തിനില്ല, രാഹുൽ ഗാന്ധിയെ കൂടെ കൂട്ടില്ല, കോൺഗ്രസിനെ അകറ്റി നിർത്തും. ഇങ്ങനെ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്കൊക്കെ ചുട്ട മറുപടി കൊടുത്താണ് രാഹുൽ ഗാന്ധി അവിടത്തേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. അതേപോലെയുള്ള ഒരു ചുട്ട മറുപടിയാണ് മമതാ ബാനർജിക്ക് രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ളത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി കോൺഗ്രസിനെ അകറ്റി നിർത്തുമെന്നും തിരഞ്ഞെടുപ്പിൽ സഖ്യമില്ല എന്നും നാൾക്ക് 40 വട്ടം വിളമ്പുന്ന മമതയ്ക്ക് 8ന്റെ പണി കൊടുത്തത് മമതയുടെ പാർട്ടിയുടെ ന്യൂനപക്ഷ സെൽ വൈസ് പ്രസിഡന്റായ ഷക്കീൽ അൻസാരിയെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടാണ്. ഷക്കീൽ അൻസാരിയും 2500 പ്രവർത്തകരും കോൺഗ്രസിലേക്ക് വരുമെന്നുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ പുതിയ വേറിട്ട നീക്കമാണ്. ഈ മുന്നേറ്റത്തെ കണ്ട് ഭയന്നിരിക്കുകയാണ് മമതാ ബാനർജി. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം പോകുമെന്നുള്ള ഒരു ഭയമാണ് ഇപ്പോൾ മമതാ ബാനർജിക്കുള്ളത്. ഷക്കീൽ അൻസാരി കടുപ്പത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത്. അതായത് മമത വിളിച്ചു ചേർത്തിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ പരിപാടികളിലേക്ക് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോകേണ്ട എന്ന ഒരു നിലപാട് തന്നെയാണ് ഷക്കീൽ അൻസാരിക്ക് ഇപ്പോഴുള്ളത്. അതായത് കടുപ്പിച്ചിട്ട് തന്നെയാണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. ഷക്കീൽ അൻസാരി കോൺഗ്രസിലേക്ക് ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പോരാട്ടം തന്നെയാണ്. ഷക്കീൽ അൻസാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. മമത പുറമെ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും പിന്നിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഷക്കീൽ അൻസാരി മമതയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് താനും തൻ്റെ അനുയായികളും 2500ഓളം വരുന്ന തൻ്റെ അനുയായികളും കോൺഗ്രസിലേക്ക് ചേരുന്നതെന്ന് ഷക്കീൽ അൻസാരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് രാഹുലിന് ബംഗാളിൽ ഒരു പടയോട്ടം ഉണ്ടാക്കാൻ തന്നെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്കുള്ള കോൺഗ്രസിന്റെ സ്വാധീനമാണ് ഷക്കീൽ അൻസാരിയുടെ കോൺഗ്രസിലേക്കുള്ള ഇപ്പോഴത്തെ കടന്നുവരവ് ഏറെ വിശേഷിപ്പിക്കുന്നുള്ളത്. തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ മമതയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അകറ്റി നിർത്താനുള്ള എല്ലാ ശ്രമവും ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു തിരിച്ചടി മമതയുടെ മുട്ടുവിറച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നുള്ളത്. ദേശീയ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടോടു കൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.